ഹലോ ഗീസ് വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ കാണാൻ പോകുന്നത് ജാപ്പനീസ് സീരീസ് സുക്കുമിച്ചി മൂൺലൈറ്റ് ഫാന്റസി സീസൺ 2 എപ്പിസോഡ് 1 ആണ്. അതുപോലെ കഴിഞ്ഞ സീസണിൽ തന്ന സപ്പോർട്ടിന് ഇവിടെ നന്ദി. സീസൺ 2 നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പ്രതീക്ഷിക്കുന്നു. സീസൺ 1 കാണാത്ത ആരെങ്കിലും വീഡിയോ ആണെന്നുണ്ടെങ്കിൽ ചാനൽ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ പോയി നിങ്ങൾക്ക് കാണാം. വീഡിയോ ആണെന്നല്ല മാക്സിമം ലൈക്ക് അടിക്കുക, വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. സീസൺ 2 സീസൺ 1 പോലെ തന്നെ കിടലായിരിക്കും. കൂടുതൽ പറഞ്ഞ സമയം കളയാൻ നമുക്ക് വീഡിയോ ഇട്ട് പോകാം. എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ ഹീറോനെ കാണിച്ചുകൊണ്ടാണ്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ബാഡുള്ള എനിക്കാണ്. എന്റെ പേര് മാക്കട്ടോ. ഇതെന്റെ ഇസക്കേ ലൈഫാണ്. ഇവിടെ വന്നപ്പോൾ ഗോഡസിനെ മീറ്റ് ചെയ്തു, ഡെമി ഹ്യൂമൻസിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ ഒരു ട്രേഡിംഗ് കമ്പനി തുടങ്ങി. ഇപ്പൊ അവരെല്ലാവരും എന്റെ ഫാമിലി പോലെ. അതുപോലെ ഞാൻ എന്റെ ഒറിജിനൽ പേരൻസിനെ പറ്റി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ അക്കാഡമിയിൽ മാജിക്കിനെ പറ്റി പഠിക്കാൻ പോവാണ്. ഇനി എന്തൊക്കെയാണ് ലൈഫിൽ സംഭവിക്കുന്നത് കണ്ടു തന്നെ അറിയാം എന്ന് പറഞ്ഞ് ഹീറോ ഇൻട്രൊഡക്ഷൻ തരുന്നു. ഹീറോ അവന്റെ മുഖത്തുള്ള മാസ്ക് ഇല്ലാതാണ് ഇപ്പൊ അവരെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതാണ് ഈ ഡെമി ഹ്യൂമൻ എന്ന് പറഞ്ഞാൽ അവളുള്ള ഒരു ഹീറോ നോക്കുന്നു. നമുക്ക് എന്തായാലും നടന്നേ പോകാൻ പറ്റും. ടെലിപ്പോർട്ടേഷൻ മാജിക് യൂസ് ചെയ്യുവാണെങ്കിൽ ആ ഗോഡ്സ് വല്ലതും ചെയ്ത് എന്ത് ചെയ്യും എന്ന് ഹീറോ പറയുന്നു. നൈറ്റ് നമ്മൾ അവിടെ താമസിക്കും എന്ന് ഷീക്ക് ചോദിക്കുന്നു. അത് എവിടെയാണെങ്കിലും കുഴപ്പമില്ല എന്ന് ഹീറോ പറയുന്നു. എങ്ങാനും നിങ്ങളെ കൊള്ളില്ലാത്ത സ്ഥലത്തല്ലേ കൊണ്ടുപോകണമെങ്കിൽ ആ മീൻ ടോമും കൂടെ എന്നെ ശരിയാകും എന്ന് ഷീക്ക് പറയുന്നു. അല്ല അവരിപ്പോ എന്തെടുക്കുമായിരിക്കും എന്ന് ഹീറോ ടോമിനെ മീനെ ഓർക്കുന്നു. പിന്നെ കാണിക്കുന്ന ടോമിനെയാണ്. എടി നീ എന്തോടി ചോദിച്ചേക്കുന്നത്, എല്ലാത്തിനും കൊന്നാ നീ എന്ന് ടോമ ചോദിക്കുന്നു. മീൻ ഉണ്ടാക്കിയ ഒരു ഫുഡ് ചിലരുടെ കാറ്റ് പോയി. എന്തായാലും നന്നായി യങ് മാസ്റ്റർ നീ കൊടുക്കുന്ന ഇവരെ കൊണ്ട് ടെസ്റ്റ് ചെയ്തത് എന്ന് ടോമയോ പറയുന്നു. ഞാൻ തെറ്റായിട്ടൊന്നും ചെയ്തില്ല, മാസ്റ്ററിന് മെമ്മറുള്ള അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്തത് എന്ന് മീ പറയുന്നു. ഇതിനു മുമ്പ് നീ ഇപ്പൊ ഉണ്ടാക്കാൻ നോക്കിയ സാധനം തിന്ന് നോക്കിയിട്ടുണ്ടോ എന്ന് ടോമയോ ചോദിക്കുന്നു. അതെ, ഇത് മെറ്ററോർ ആണോ എന്നോ ഡാർഫി ചോദിക്കുന്നു. അതെ എന്ന് മീ പറയുന്നു. ഇത് നല്ല റെയർ ആയിട്ടുള്ള മെറ്ററോറാണ്, പച്ചക്കറിക്ക് വരാൻ പച്ച ഓറിട്ടേക്കുന്നത് എന്ന് യമ പറയുന്നു. ഞങ്ങളെ കൊല്ലാൻ നോക്കിയതാണോ എന്ന ഫ്രാഗ്മെന്റ് ചോദിക്കുന്നു. പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് മീ അത് തിന്ന് കാണിക്കുന്നു. നീ ഒരു സ്പൈഡറാണ്, നിന്നെ കൊണ്ട് കല്ലും മണ്ണും വരെ തിന്നാൻ പറ്റും. ബാക്കിയുള്ള ക്രീച്ചേഴ്സ് ഒന്നും നിന്നെ പോലല്ല. ഇത് കേൾക്കുമ്പോൾ മീ ഷോക്ക് ആവുന്നു. മാസ്റ്ററിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം വേറെ പോലെ. മീ നിനക്ക് കുക്കിങ്ങിനെ പറ്റി എന്തൊക്കെ അറിയാം എന്ന് ടോമയോ ചോദിക്കുന്നു. എനിക്കെല്ലാം നല്ലോണം അറിയാം എന്ന് മീ പറയുന്നു. യമ നമുക്ക് ഈ ബ്രെഡ് ചൂടായി തരത്തില്ലേ, അതുകൊണ്ട് ചൂടായി കാണിച്ചേ എന്ന് പറഞ്ഞ് മീയുടെ കൊടുക്കുന്നു. അത്രേ ഉള്ളൂ, അതൊക്കെ എനിക്ക് നിസ്സാരം എന്ന് പറഞ്ഞ് മീ അത് ചെയ്യുമ്പോൾ മൊത്തം കരഞ്ഞു പോകുന്നു. ഇപ്പൊ മനസ്സിലായ എന്ന് ടോമയോ പറയുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോയാണ്. ഹീറോ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ ഇത് കാണാൻ സ്ലൈം ബോൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഹീറോ തിന്നുന്നു. നല്ല മധുരം ഉണ്ട് ഇനി എന്ന് ഹീറോ വിചാരിക്കുന്നു. എന്ത് പറ്റി മോനെ ഞാൻ ഫുഡ് ഇഷ്ടപ്പെട്ടില്ലേ എന്നാ കടക്കാരൻ ചോദിക്കുന്നു. അങ്ങനെയൊന്നും ഇല്ല, ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് ഹീറോ എഴുതി കാണിക്കുന്നു. ഇതെന്താ മോനെ നീ എഴുതി കാണിക്കുന്നത് എന്നാ കടക്കാരൻ ചോദിക്കുന്നു. അത് എനിക്ക് കോമൺ സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് ഹീറോ പറയുന്നു. ആ ഗോഡസ് ഹീറോയ്ക്ക് ഹ്യൂമൻ ലാംഗ്വേജ് മാത്രം സംസാരിക്കാൻ പറ്റാത്ത രീതി എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്ലൈമിന് നല്ല ടേസ്റ്റ് ഉണ്ട് എന്ന് ഹീറോ കടക്കാരനോട് പറയുന്നു. അതുപോലെ ഞാൻ ഒരു ട്രാവലിംഗ് മർച്ചന്റ് ആണ് എന്ന് പറഞ്ഞ് ഹീറോ അയാളോട് വഴി ചോദിക്കുന്നു. ഹീറോ ഒരു മർച്ചന്റ് ആണെന്ന് പറയുമ്പോൾ അവിടെയുള്ള ചില ആൾക്കാർക്ക് ഹീറോയുടെ കാശ് അടിച്ചു മാറ്റാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നു. ഹീറോ ഇത് നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഹീറോ ഫുഡ് കഴിച്ചിന് ഒരു ഗോൾഡ് കോയിൻ കൊടുക്കുന്നു. ബാക്കി നിങ്ങൾ വെച്ചോ എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകുന്നു. ദേ നോക്കടോ ഡെമി ഹ്യൂമൻ പോകുന്നു. ഇവനെങ്ങനെ ഇവിടെ വന്ന് എന്ന് പറഞ്ഞ് അവളുള്ളവർ നോക്കുന്നു. ഓ ആദ്യം എന്നെ കണ്ടപ്പോൾ എന്നെ അടിച്ചോടിക്കാൻ നോക്കി. അന്ന് ഞാൻ ഇവിടെ നിന്ന് എങ്ങനെ രക്ഷപ്പെടുന്ന എനിക്ക് പോലും അറിയത്തില്ല. അതിനെ അപേക്ഷിച്ച് ഇത് കുഴപ്പമില്ല എന്ന് ഹീറോ വിചാരിക്കുന്നു. പിന്നെ കാണിക്കുന്ന അഡ്വഞ്ചർ ഗിൽഡാണ്. ഹീറോ അവന്റെ കാർഡ് അവിടെ പോയി കാണിക്കുന്നു. അപ്പൊ ഇവൻ ഡെമി ഹ്യൂമൻ അല്ലേ, ഹ്യൂമൻ ആയിരുന്നു എന്ന് അവളുള്ളവർ നോക്കുന്നു. സ്ലൈമിനെ ഹാൻഡ് ചെയ്യാൻ പറ്റുന്ന കൊസ്റ്റി കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഹീറോ അഡ്വഞ്ചർ ഗിൽഡ് വന്നത്. പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരു പെണ്ണ് ഓടി വരുന്നു. 3 ഓവർ റൂവൻ ക്ലാസിനെ തടയാൻ വേണ്ടി നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യണം എന്നാ പെണ്ണ് പറയുന്നു. 3 ഓവർ റൂവൻ ക്ലാസ്സിൽ അതൊരു പാട്ടിന്റെ പേരല്ലേ എന്ന് ഹീറോ ആലോചിക്കുന്നു. അഡ്വഞ്ചർ ഗിൽഡിൽ ഇപ്പൊ ആള് കുറവാണ്, അതുപോലെ അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ ചെയ്യാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും എന്നാ റിസപ്ഷനിസ്റ്റ് പറയുന്നു. ആ ഗോഡസിന് ഞങ്ങളുടെ പ്രാർത്ഥന ഒന്നും കേൾക്കുന്നില്ലേ, അവരെന്താ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാത്തെ എന്ന് പറഞ്ഞ് അവൾ കരയുന്നു. ഗോഡസ് നിന്റെ പ്രാർത്ഥനയായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വന്നില്ലെങ്കിൽ നിന്നെ ഹെൽപ്പ് ചെയ്യാൻ ആരും വരാൻ പോണില്ല എന്ന് പറഞ്ഞ് അവളോട് മോശമായി പെരുമാറുന്നു. വഴിന്ന് മാറി എന്ന് ഹീറോയോടും ചൂടായിട്ടോടൊന്ന് പോകുന്നു. അല്ല ഇവളെന്തിനാ എന്നോട് ചൂടായിട്ട് പോണേ എന്ന് ഹീറോ ആലോചിക്കുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോയാണ്. ഞാൻ വിചാരിച്ച പോലെ ആ ഹോട്ടലിൽ കണ്ടവന്മാരെ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഹീറോന്റെ പവർ യൂസ് ചെയ്ത് കണ്ടുപിടിക്കുന്നു. അതുപോലെ വേറൊരു സൈഡ് ആ പെണ്ണുങ്ങളെയും കുറെ പേര് പിടിച്ചിട്ടുണ്ട്. അതും ഹീറോന്റെ പവർ യൂസ് ചെയ്ത് കാണുന്നു. ഹീറോ ആദ്യം തന്നെ അവനെ ഫോളോ ചെയ്യുന്നവരെ അടിച്ചൊരു മൂലക്കിടുന്നു. എന്നിട്ട് ആ പെണ്ണുങ്ങളുടെ അടുത്തോട്ട് പോകുന്നു. ആരാടാ നീ ആരാണെങ്കിലും നീ ഇപ്പൊ ചാവാൻ പോവാ എന്ന് പറഞ്ഞ് അവർ ഹീറോ അറ്റാക്ക് ചെയ്യുന്നു. എന്നാൽ ഹീറോ പെട്ടെന്ന് തന്നെ അവർ തോപ്പിക്കുന്നു. ഇവന്മാർക്കൊന്നും വേറെ പണിയില്ലേ എന്ന് ഹീറോ ആലോചിക്കുന്നു. നിങ്ങൾ സേഫ് അല്ലേ? ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് അവള് പറയുന്നു. എന്റെ പേര് കൊസിനോവ, എന്നെ കൊണ്ട് കോമൺ സംസാരിക്കാൻ പറ്റത്തില്ല എന്ന് ഹീറോ അവരോട് പറയുന്നു. അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഡെമി ഹ്യൂമനെ ഹീറോ ഹീൽ ചെയ്യുന്നു. ഈ പവറൊക്കെ സുക്കിമിച്ചി കൂടെ വന്നേ, പുള്ളിയിലായിരുന്നു ഞാൻ പെട്ടുപോയനെ എന്ന് ഹീറോ ആലോചിക്കുന്നു. എന്റെ പേര് ലാന, പിന്നെ ഇവനൊരു വേർ വുൾഫ എന്ന് അവള് പറയുന്നു. ഞാൻ വിചാരിച്ചത് വേർ വുൾഫ് ഒക്കെ എങ്ങനെയാണെന്ന് എന്ന് ഹീറോ ആലോചിക്കുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോ അവനെ കൊണ്ട് ആ പെണ്ണിന്റെ വില്ലേജിലോട്ട് പോകുന്നതാണ്. ശരിക്കും ആ കള്ളന്മാരെ തടയാൻ വേണ്ടി നിങ്ങൾക്ക് സമയമില്ലേ എന്ന് ഹീറോ ചോദിക്കുന്നു. അതെ, ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ല. ഞങ്ങളുടെ വില്ലേജിൽ ഉണ്ടായിരുന്ന ഒരു വാരിയറേയും അയാളുടെ പ്രഗ്നന്റ് ആയ വൈഫിനെ വരെ കൊന്നു കളഞ്ഞു. ഇങ്ങനെ പോകണ ഉറപ്പായിട്ടും ആ കള്ളന്മാരെ ഞങ്ങളുടെ വില്ലേജിലുള്ള എല്ലാവരെയും കൊല്ലും എന്ന് പറഞ്ഞ് അവൾ കരയുന്നു. പെട്ടെന്ന് ആ വേർ വുൾഫ് എണീറ്റിട്ട് അവളെ സമാധാനിപ്പിക്കുന്നു. ഞാൻ ഈ വീൽഡി വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കാരണം കുറെ പേരൊക്കെ മരിച്ചു, അതൊക്കെ മറക്കാൻ എനിക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല. ഹ്യൂമൻസിന്റെ കാര്യത്തിൽ ഇവരെ ഇൻവോൾവ് ആവണമെന്ന് പറഞ്ഞായിരുന്നത്. എന്തെങ്കിലും വരട്ടെ എന്ന് പറഞ്ഞ് ഹീറോ ഹെൽപ്പ് ചെയ്യാൻ സമ്മതിക്കുന്നു. അല്ല എന്റെ വില്ലേജ് കറക്റ്റ് ആയിട്ട് എവിടെ എന്ന് ഹീറോ അവളോട് ചോദിക്കുന്നു. റിയാ കാണുന്ന മൗണ്ടൈൻ്റെ അവിടെ ആയിട്ടാ എന്നവള് പറയുന്നു. എങ്കിൽ ശരി, രണ്ടും പിടിച്ചിരുന്നു. താൻ എന്ത് ചെയ്യാൻ പോണ്? ഹീറോ പെട്ടെന്ന് അവർ രണ്ടുപേരുടെ അടുത്ത് ആ മരത്തിന്റെ പൊക്കത്തോടെ ചാടി പോകുന്നു. എടോ താൻ ആരോടോ സൂപ്പർമാൻ വല്ലാണ് കൊസുരാവ, നിങ്ങൾ ശരിക്കും ആരാ എന്ന് അവളെ ചോദിക്കുന്നു. ഞാനൊരു സാധാരണ മർച്ചന്റാ എന്ന് ഹീറോ പറയുന്നു. പിന്നെ കളിക്കുന്ന അവളുടെ വില്ലേജാണ്. ഞാൻ വിചാരിച്ചാലും പെട്ടെന്ന് ഇവിടെ എത്തി, ഞാൻ പോയി എന്റെ വില്ലേജിലുള്ള ആളോട് സംസാരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ അകത്തോട്ട് പോകുന്നു. അല്ല നീ അവളോട് പോകുന്നില്ലേ എന്ന് ഹീറോ ചോദിക്കുന്നു. അല്ല നിങ്ങളെ കൊണ്ട് സംസാരിക്കാൻ പറ്റുമോ എന്നാ വേർ വുൾഫ് ചോദിക്കുന്നു. അതെനിക്ക് കോമൺ ഒഴികെ ബാക്കിയെല്ലാം ലാംഗ്വേജ് സംസാരിക്കാൻ പറ്റും എന്ന് ഹീറോ പറയുന്നു. അല്ല നീ എങ്ങനെ ഹ്യൂമൻസിന്റെ കൂടെ ചേർന്ന് എന്ന് ഹീറോ ആണ് ചോദിക്കുന്നു. എന്റെ വില്ലേജ് ഈ വില്ലേജിന്റെ പുറലായിട്ടുള്ളത്, എന്നെപ്പോഴും ഡെമി ഹ്യൂമൻസിനൊന്നും അതോട്ട് ഏറ്റെടുത്തില്ല എന്ന് അവൻ പറയുന്നു. ആ വില്ലേജിൽ കുറെ പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് ഹീറോ അവന്റെ പവർ യൂസ് ചെയ്ത് മനസ്സിലാക്കുന്നു. നിങ്ങളെ കൊണ്ട് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എനിക്ക് ബ്ലഡിന്റെ മണമനുണ്ട് എന്നാ വേർ വുൾഫ് പറയുന്നു. എനിക്കെല്ലാം പെട്ടെന്ന് സെൻസ് ചെയ്യാൻ സാധിക്കും, പക്ഷേ ഞാൻ സാധാരണ മർച്ചന്റ് എന്ന് ഹീറോ പറയുന്നു. സാധാരണ മർച്ചന്റ് ആയതുകൊണ്ടായിരിക്കില്ലേ പറഞ്ഞു വന്നത് എന്ന് അവൻ ചിന്തിക്കുന്നു. നിന്നെ ഞാൻ എടുത്തോണ്ട്
എടുത്തോണ്ട് വന്ന അത്രയും നേരം നീ ഉണർന്ന് നടക്കുമല്ലായിരുന്നു എന്ന് ഹീറോ ചോദിക്കുന്നു. എന്നെ കൊണ്ട് അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ സാധിച്ചില്ല, അതിന്റെ കുറ്റബോധം കാരണം ഞാൻ ബോധമില്ലാതെ പോലെ അഭിനയിച്ചത് എന്ന് അവൻ പറയുന്നു. ശരിയെന്ന്, ഞാൻ പോയി നടന്നിട്ട് വരാം എന്ന് ഹീറോ പറയുന്നു. എന്നാ ആവശ്യത്താണ് എന്ന് അവനെന്ന് പറയാൻ പറ്റുന്നു. ഓ, അപ്പൊ നിനക്കൊന്ന് മനസ്സിലായ എന്ന് ഹീറോ ചോദിക്കുന്നു. നിങ്ങൾ എന്തിനാ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഹെൽപ്പ് ചെയ്ത് തരുന്നത് എന്നവൻ ഹീറോയോട് ചോദിക്കുന്നു. 3 ഓവർത്തെ റുവന്റെ കാസിൽ അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടിന്റെ പേരാ. ആ കള്ളന്മാരെ യൂസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഈ ഒരു റീസൺ മതിയായിരിക്കുമല്ലോ എനിക്ക് എന്ന് പറഞ്ഞ് ഹീറോ അവിടെ നിന്ന് പോകുന്നു. പിന്നെ കാണിക്കുന്ന ഡെമി പ്ലെയിൻ ആണ്. മിയ എങ്ങനെ ഫുഡ് ഉണ്ടാക്കണമെന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളുടെ ഫുഡ് ടേസ്റ്റ് ചെയ്ത് എല്ലാവരും ബോധമില്ലാതെ താഴെ കിടക്കുവാണ്. ഇവളെന്തിനാണ് നമ്മളെങ്ങനെ കൊല്ലാൻ നോക്കുന്നത്? ഇതിനൊക്കെ ഇങ്ങനെ ഫുഡ് എന്ന് പറയുന്നത് എന്നാ ആൽഗയിലെ പെണ്ണ് പറയുന്നു. മാസ്റ്റർ ഇതിന് ട്രെയിനിങ് ആയിരിക്കുമല്ലേ എന്നാ എൽഫി ചോദിക്കുന്നു. ഇവളിങ്ങനെ പലതും ഒപ്പിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു, അതുകൊണ്ട് ഞാൻ ആടിയോട്ട് കൊണ്ടുവന്നത് എന്ന് യമ പറയുന്നു. ഇതെന്താ ഞാൻ ഉണ്ടായി ഫുഡ് കഴിച്ച് ഇവർക്ക് ഇങ്ങനെ നടക്കുന്നത് എന്ന് മിയ ചോദിക്കുന്നു. ഹേ കോമവേ, ഇവളിൽ നിന്ന് എന്താണ് ഉണ്ടാക്കിയത് എന്ന് ടോമ ചോദിക്കുന്നു. എന്തോ ഒരു മിസ്റ്റീരിയസ് സൂപ്പും പിന്നെ പച്ചയിറച്ചി സോസിൽ മുക്കിയത് എന്ന് അവള് പറയുന്നു. ഞാൻ എല്ലാം നല്ലതുപോലെ ചെയ്തേ, ഞാൻ പൊട്ടറ്റോ ഒക്കെ ചെറുതാക്കി വെട്ടിയിട്ടുണ്ട് ഇതിനകത്ത് എന്ന് മിയ പറയുന്നു. ഇത് കുടിച്ച് കഴിയപ്പോ എന്നെ തൊണ്ടിൽ എന്തോ കുത്തിക്കയറുന്ന പോലെ ഉണ്ട് എന്ന് അവൻ പറയുന്നു. എടാ അത് വേസ്റ്റിലാനിന്ന് കൊണ്ടുവന്നേ, അത് കഴിച്ച് വായിന് ചോര വന്നോണ്ടേ ഇരിക്കും എന്ന് അവള് പറയുന്നു. ഞാൻ കഴിക്കാൻ പറ്റുന്ന സാധനം മാത്രമേ അതിനകത്ത് കിട്ടിയിട്ടുള്ളൂ എന്ന് മിയ പറയുന്നു. ഇതെന്ത് റബ്ബർ ബാൻഡാ, കടിച്ചിട്ടൊന്നും മനില്ല. ടോമ ഇത് എത്ര കടിച്ചിട്ട് മനില്ല എന്ന് അവര് പറയുന്നു. മാസ്റ്റർ നല്ല ഓയിലി ആയിട്ടുള്ള മീറ്റ് കഴിക്കുന്ന ഞാൻ കണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറെ ഓയിൽ അങ്ങോട്ട് ഒഴിച്ചു എന്ന് മിയ പറയുന്നു. എന്നാ മിയ യൂസ് ചെയ്യുന്ന ലൂപ്രിക്കന്റ് ഓയില, ഈ ഓയിൽ മെഷീനകത്ത് ഒഴിക്കുന്ന എന്ന് യമ പറയുന്നു. ഞങ്ങൾക്ക് ബനാന ഒത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ടാണ് കഴിക്കാൻ വേണ്ടി നോക്കിയത്. നീ ആ ബനാനെ കൊന്നു വെച്ചേക്കുന്നോടി എന്ന് ഏറെയും പറയുന്നു. ആ 2 എൽഫിനെയും മാസ്റ്ററിനെയും കൂടെ ബനാന വെച്ചുണ്ടാക്കി കിട്ടുന്ന ഫുഡാന്നും പറഞ്ഞ് തീറ്റിപ്പിച്ചത്. ഒരു തവണ മാസ്റ്റർ കഴിച്ച ഫുഡിനകത്ത് കുറെ ഫ്രൂട്ട്സ് ഉള്ള ഞാൻ കണ്ടായിരുന്നു എന്ന് മിയ പറയുന്നു. എനിക്ക് അന്നൊക്കെ ഒരു കാര്യം കാണിച്ചു തരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഏത് ഫുഡാണ് ഇഷ്ടം എന്ന് ടോമ ചോദിക്കുന്നു. ഞങ്ങൾക്ക് മീറ്റാണ് ഇഷ്ടം എന്ന് ആർക്കും ലിസാഡ്മാനും പറയുന്നു. ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടം ബനാനയാ എന്ന് അവർ 3 പേരും പറയുന്നു. എന്ന് ഓരോ ആൾക്കാരും വേറെ വേറെ ഫുഡ് പറയുന്നു. അപ്പോൾ ഓരോരുത്തർക്കും വേറെ വേറെ ഫുഡാണ് ഇഷ്ടം എന്ന് മിയ ചോദിക്കുന്നു. മിയ എല്ലാവരും ടേസ്റ്റ് പ്രിഫറൻസ് വേറെ വേറെ ആയിരിക്കും, അത് നീ മനസ്സിലാക്കണം. അതുകൊണ്ട് നീ ഈ വേൾഡ് മൊത്തം ട്രാവൽ ചെയ്ത് അതിനെപ്പറ്റി മനസ്സിലാക്കിയോ എന്ന് ടോമോ പറയുന്നു. അപ്പൊ ഞാൻ ഈ ഡെമി പ്ലെയിൻ വിട്ട് പോകണമല്ലേ എന്ന് മിയ ചോദിക്കുന്നു. ഞാൻ കൊടുത്ത സിഗ്നൽ ഇവൾക്ക് മനസ്സിലായോ എന്തോ എന്ന് ടോമോ ചിന്തിക്കുന്നു. ഈ ഐഡിയ ഉള്ളാലോ. മിയയും അതിന് സമ്മതിക്കുന്നു. ടോമയ്ക്കും മിക്കും ഹീറോയുടെ ട്രാവൽ ചെയ്യണം. ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞ് ഡെമി പ്ലെയിന് പുറത്തു പോകാൻ വേണ്ടിയാണ് അവർ നോക്കുന്നത്. മാസ്റ്റർ പെട്ടെന്ന് തന്നെ ഞങ്ങൾ നിങ്ങളോട്ട് വരാം എന്ന് ടോമോ വിചാരിക്കുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോയാണ്. ആ കള്ളന്മാർ വിളിച്ചിരിക്കുന്ന സ്ഥലത്തോട്ട് ഹീറോ പോകുന്നു. ഹീറോ അവന്റെ പവർ യൂസ് ചെയ്ത് സൗണ്ട് പോലും ട്രാവൽ ആകാത്ത പോലെ ഒരു ബാരൻ ഉണ്ടാക്കുന്നു. അല്ല ഇവിടെ നിന്ന് നടക്കുന്നത്, ഇതെന്താ ഇവിടെ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവളൊരു പാനിക് ആവുന്നു. ഈ സമയം യൂസ് ചെയ്ത് ഹീറോ എല്ലാവരും അറ്റാക്ക് ചെയ്യുന്നു. അവർ മരിക്കാതിരിക്കാൻ വേണ്ടി അവരുടെ കയ്യിലും കാലിലുമാണ് ഹീറോ അറ്റാക്ക് ചെയ്യുന്നത്. അവരുണ്ടായിരുന്ന കുറെ പേരെ ഹീറോ പെട്ടെന്ന് തന്നെ ഡിഫീറ്റ് ചെയ്യുന്നു. പെട്ടെന്ന് ഹീറോ അവരുടെ ഫ്രണ്ടിലോട്ട് വരുന്നു. നീ ഇവിടുന്ന് വന്ന ആരാടാ നീ എന്ന് പറഞ്ഞ ഹീറോയുടെ ഒരു കത്തി എടുത്തെറിയുന്നു. എന്നാൽ ഹീറോയ്ക്കൊന്നും പറ്റുന്നില്ല. ആ ഡ്വാർഫ് ചെയ്ത ഡ്രസ് നല്ല രീതിക്ക് വർക്ക് ആവുന്നുണ്ട് എന്ന് ഹീറോ ചിന്തിക്കുന്നു. ആരസ് ഒന്നും വെറുതെ വേസ്റ്റ് ആക്കണ്ട, ഇനി കുറച്ച് മാജിക് വെച്ച് വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് ഹീറോ മാജിക് യൂസ് ചെയ്ത് ഫയർ കൊണ്ടുവരുന്നു. അല്ല ഇവിടെ നിന്ന് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ കള്ളന്മാർക്ക് ഷോക്ക് ആവുന്നു. ആ സമയം ഹീറോ അവരെ അറ്റാക്ക് ചെയ്യുന്നു. അതെന്താ ശബ്ദം എന്ന് പറഞ്ഞാൽ വില്ലേജുള്ളവരൊക്കെ അങ്ങോട്ട് പോകുന്നു. ഹീറോയുടെ ഒറ്റ അറ്റാക്കിൽ തന്നെ എല്ലാവരും ഡിഫീറ്റ് ആയി. ഞങ്ങൾ ഇതിനോട് എന്ത് ചെയ്തടാ, ഞങ്ങൾ ഇവിടെ അറ്റാക്ക് ചെയ്യുന്നേ എന്നാൽ ലീഡർ ചോദിക്കുന്നു. 3 ഓവർ റുവന്റെ കാസിൽ ആ പേരങ്ങ് മാറ്റിയേക്ക്, അല്ലെങ്കിൽ എനിക്ക് ഒന്നുകൂടെ വരേണ്ടി വരും എന്ന് ഹീറോ പറയുന്നു. കുറച്ച് കഴിയുമ്പോൾ വില്ലേജിലെ ആളുകളൊക്കെ അങ്ങോട്ട് വരുന്നു. അല്ല ഇവിടെ നിന്ന് സംഭവിച്ചേ, ഇവരെക്കാരെ പിടിച്ച് എന്ന് അവിടെയുള്ള ആളുകൾ നോക്കുന്നു. ഇത് ഏത് അയാളാണ് എന്നാ പെണ്ണ ഡെമി ഹ്യൂമന്റെ ഒക്കെ ചോദിക്കുന്നു. അതെ ഇത് ഏത് അയാളാ എന്ന് അവൻ പറയുന്നു. നമ്മുടെ പ്രാർത്ഥന കോടസ് കേട്ടു എന്നാ പെണ്ണ് വിചാരിക്കുന്നു. പിന്നെ കാണിക്കുന്ന ഹീറോയാണ്. അല്ല മാസ്റ്റർ ഇന്ന് തനിച്ച് ഫുൾ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ഷീക്ക് ചോദിക്കുന്നു. പ്രത്യേകിച്ചൊന്നും ചെയ്തില്ലടാ, ഞാൻ വെറുതെ നടക്കാൻ പോയേക്കുമായിരുന്നു എന്ന് പറഞ്ഞ് ഹീറോ മാനേജ് ചെയ്യുന്നു. ഒരു നൈറ്റ് താമസിക്കാൻ 3 ഗോൾഡ് പോയി വേണ്ടി വരുന്ന റൂമേ റെഡി ആക്കിയിട്ടുണ്ട് എന്ന് ഷീക്ക് പറയുന്നു. എടാ അത് കുറച്ച് ഓവറല്ലേ എന്ന് ഹീറോ ചോദിക്കുന്നു. ആ പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഈ വേൾഡ് വേറെ 2 ഹീറോസ് കൂടെ ഉണ്ട്. ലെമിയാൻ ഗ്രറ്റോണി എംപയർ അവർ നല്ല രീതിക്ക് നോക്കുന്നുണ്ട്. എന്നാൽ ഞങ്ങളുടെ ഹീറോ നിങ്ങളാ, അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിക്ക് ഞങ്ങൾ ട്രീറ്റ് ചെയ്യും എന്ന് ഷീക്ക് പറയുന്നു. ഇവിടെ വേറെ 2 ഹീറോസ് ഉണ്ട്, അവർ ഈ ലോകത്തെ രക്ഷിച്ചോളൂ എന്നാൽ ഗോഡ്സ് പറഞ്ഞ ഹീറോ ഓർക്കുന്നു. വേറെ വേറെ കൺട്രീസിലാണ് ഹീറോസ് ഉള്ളത്. എത്രയും പെട്ടെന്ന് തന്നെ ഇവരെല്ലാം മീറ്റ് ചെയ്യാൻ പോവാണ് എന്നൊരു ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഇവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. എനിക്കറിയാം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ നല്ല ഡിലേ ആയിരുന്നു, എനിക്ക് പനിയായി പോയി. അതാ പനിമായിട്ട് അപ്ലോഡ് ചെയ്യുന്ന പറയുന്നത്. വീഡിയോ ഡിലേ ആയാലും പനിയൊന്നും അറിയില്ല. പിന്നെ ഇത്ര ഡിലേ ആയതുകൊണ്ട് വീഡിയോ തന്നെ ചിലപ്പോൾ എന്റെ വോയിസും അല്ല ചേഞ്ച് വല്ലതും കാണും, അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത എപ്പിസോഡ് സെറ്റ് ആക്കാം. വീഡിയോ ആണെങ്കിലും മാക്സിമം ലൈക്ക് അടിക്കുക, വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. ലാസ്റ്റ് ഇട്ട വീഡിയോ ടാർഗറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.